ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് ഏകദേശം 3 വർഷം കഴിയുകയാണ്. അപ്പോൾ 3 വർഷം കഴിയുമ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു കോലവും വെച്ചിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതാ എൻ്റെ മുടിയുടെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് അത്യാവശ്യം നല്ല വെയിലുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇടയ്ക്ക് വെച്ചിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് എൻ്റെ ഓൺ മുടി എനിക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഒരു മുടി പോലും എനിക്ക് കൊഴിഞ്ഞിട്ടില്ല. പക്ഷേ ട്രാൻസ്പ്ലാന്റേഷൻ അല്ലാത്ത എൻ്റെ ഓൺ ഹെയർ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല ലോസ് ഉണ്ടായിരുന്നു. ആ ലോസ് ഉണ്ടായ സമയത്ത് ഞാൻ നമ്മുടെ ഗജാനൻ ഡോക്ടറെ കണ്ടു, സംസാരിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് ഞാൻ QR എന്ന് പറയുന്ന ഒരു PRP ചെയ്തായിരുന്നു. QR 5 PRP ചെയ്തു. 5 PRP ചെയ്തപ്പോൾ എൻ്റെ ഹെയർ ലോസ് കുറഞ്ഞു. പിന്നെ കാലാവസ്ഥയുടെ ഈ വ്യതിയാനങ്ങൾ വെച്ചിട്ടുള്ള പ്രശ്നങ്ങൾ വെച്ചിട്ട് എനിക്ക് അത്യാവശ്യം ഈ എൻ്റെ ഓൺ ഹെയർ നന്നായിട്ട് കൊഴിയുന്നുണ്ട്. അല്ലാതെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് മുടിക്കൊന്നും ഈ പറയുന്ന പോലെ ഒരു പ്രശ്നമില്ല. പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന കുറേ സംശയങ്ങൾ എൻ്റെ അടുത്തുണ്ട്. അതും കൂടെ ഞാൻ പറയാം. എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്നത് ഞാൻ മുടി എങ്ങനെയാണ് വെട്ടുന്നുണ്ടോ അതോ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് അതുപോലെ നിൽക്കുകയാണെന്നാണ്. അല്ല, എനിക്ക് തോന്നുന്നു ഒരു ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് ഏകദേശം 9 മാസം ഒരു വർഷത്തിനകത്ത് ഞാൻ ഫസ്റ്റ് മുടി വെട്ടിയതാണ്. അതിനുശേഷം ഇപ്പോൾ ഗീതാഗോവിന്ദം എന്ന് പറയുന്ന സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗീതാഗോവിന്ദം എന്ന് പറയുന്ന സീരിയൽ ചെയ്യുമ്പോൾ എന്തായാലും മാസത്തിൽ 2 പ്രാവശ്യം വെച്ച് മുടി ട്രിം ചെയ്യേണ്ടി വരും. വെട്ടുകയല്ല, ട്രിം ചെയ്യേണ്ടി വരും. അല്ലാതെ നമുക്ക് മുടി വെട്ടുക എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു മാസത്തിലൊരിക്കൽ നമ്മൾ മുടി വെട്ടേണ്ടി വരും. അങ്ങനത്തെ ലെങ്ത് വയ്ക്കുന്നുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ എല്ലാവരും ചോദിക്കുന്ന വേറൊരു കാര്യം, നമ്മൾ എത്ര നാൾ നമ്മുടെ ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടി നിൽക്കുമെന്നാണ്. ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടി ഇപ്പോൾ പറയാം 3 വർഷം ഉറപ്പായിട്ട് നിൽക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളതാണ് നമ്മുടെ സത്യനാരായൺ ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരിയുടെ സ്വന്തം സത്യനാരായണൻ്റെ ഹെയർ എനിക്ക് തോന്നുന്നു 6 or 7 വർഷമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം എൻ്റെ ഒരു കാര്യം വെച്ചിട്ട് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും, ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടി 3 വർഷം നിൽക്കും എന്നുള്ള കാര്യം ഉറപ്പ് പറയാൻ പറ്റും. ഇത്രയൊക്കെ ഉള്ളൂ എന്നോട് ആളുകൾ ചോദിക്കുന്ന സംശയങ്ങൾ. അപ്പോൾ ലാഡൻസിറ്റെ എനിക്ക് എനിക്കിപ്പോൾ അല്ലെങ്കിൽ സത്യൻ രണ്ടുപേരുമാണ് ഞാൻ ഈ പറയുന്ന പോലെ എൻ്റെ ഒരു കരിയറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന 2 പേരുകൾ. കാരണം എനിക്ക് കരിയറിൽ എനിക്കൊരു പുതിയൊരു ജീവൻ തന്നത് ശരിക്കും പറഞ്ഞാൽ ലാഡൻസിറ്റയും ഗജാനൻ ഡോക്ടറും എന്നെ അതിലോട്ട് നയിച്ച സത്യനാരായണനും ഒക്കെയാണ്. അപ്പോൾ അവരോടൊക്കെ ഈ 3 വർഷത്തെ കഴിയുമ്പോൾ ഒരു ബിഗ് താങ്ക്സ് പറയുന്നു. കൂടാതെ പ്രമോദ് മണിയും അരുൺ രാഘവും ഇവരെല്ലാവരുമാണ് എന്നെ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട് ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരിയിലോട്ട് എന്നെ വിട്ടത്. ലാഡൻസിറ്റയിലോട്ട് എന്നെ വിട്ടത്. പിന്നെ എനിക്കിപ്പോൾ വളരെ സന്തോഷമുള്ളൊരു കാര്യം, ഇപ്പോൾ ഒരുപാട് പേര് എൻക്വയറി ആയിട്ട് എൻ്റെ അടുത്ത് വരുന്നുണ്ട്. ഒരുപാട് വലിയ ആൾക്കാർ, പേര് പറയാൻ പറ്റാതെ ഒരുപാട് വലിയ ആൾക്കാർ. അപ്പോൾ അവരൊക്കെ എൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ട് 3 വർഷം കഴിഞ്ഞല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ ഈ പുറത്തൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ, വിദേശങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ ഡൽഹിയിലും ബോംബെയിലും ഒക്കെ പോയിട്ടും വിദേശങ്ങളിലൊക്കെ പോയിട്ട് ചെയ്ത ആൾക്കാരൊക്കെ ഇപ്പോൾ ലാഡൻസിറ്റയെ തിരക്കി വരുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ സന്തോഷമുണ്ട്. അതിന് ഞാനും കൂടെ ഒരു നിമിത്തമാകുന്നു, അല്ലെങ്കിൽ എൻ്റെ റിസൾട്ട് ഒരു നിമിത്തമാകുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ഇനിയും അടുത്ത വരും വർഷങ്ങളിൽ ഈ പറയുന്ന പോലെ എൻ്റെ ഹെയറിനൊന്നും സംഭവിക്കാതെ ഇതേപോലത്തെ വീഡിയോ ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ എപ്പോഴും യൗവനം നിലനിർത്താൻ എനിക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ധൈര്യമായിട്ട് ലാഡൻസിറ്റയിൽ പോയിട്ട് നിങ്ങൾക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. പിന്നെ എൻ്റെ അറിവിൽ ഈ പറയുന്ന ആരും എനിക്ക് ഒരു റിസൾട്ട് ലാഡൻസിറ്റയിൽ പോയിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയുന്ന ആരെയും എനിക്ക് അറിയില്ല. ഞാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് താഴെ കമൻറ്റ് ചെയ്യൂ. ഇതിൻ്റെ കമൻസ് ഞാൻ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്.